ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഹിമാലയയുടെ ഹെയർ ക്രീമിനെ കുറിച്ചാണ്. 2 ഹെയർ ക്രീമുണ്ട്. ഒന്ന് ഹിമാലയയുടെ പ്രോട്ടീൻ ഹെയർ ക്രീമും പിന്നെ 2 ആൻറ്റി ഹെയർ ഫോൾ ക്രീമും. ഇതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. കാരണം ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഹിമാലയയുടെ പ്രോട്ടീൻ ഹെയർ ക്രീം എക്സ്ട്രാ നൗറിഷ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ക്രീമിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്പി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയറിനെയാണത് പറയുന്നത്. അതൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് ഹെയർ ഡാമേജസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അമ്ല, അതായത് നെല്ലിക്ക. അത് ഹെയർ കണ്ടീഷനിങ് ഇമ്പ്രൂവ് ആക്കാനായിട്ടാണ് ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇവർ പറയുന്നത് ഇത് 100% ഡാമേജ്ഡ് ആൻഡ് സ്പ്ലിറ്റ് ആൻഡ് കൺട്രോൾ നൗറിഷസ് ഹെയർ, ഇംപ്രൂവ്സ് ഹെയർ കണ്ടീഷനിങ്. പിന്നെ ഇത് യൂസ് ചെയ്താൽ ഡാമേജ്ഡ് ഹെയർ, ഫ്രിസി ഹെയർ ഇതൊക്കെ മാറും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഞാനിത് ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം ഞാനിത് ഉപയോഗിച്ച് എനിക്കിത് ഭയങ്കര ഇഷ്ടമായൊരു ഹെയർ ക്രീം ആയിരുന്നു ഈ ഹിമാലയയുടെ പ്രോട്ടീൻ ഹെയർ ക്രീം എന്ന് പറയുന്നത്. നല്ലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഫ്രിസി ഹെയർ ഒക്കെ നല്ല അടിപൊളി സ്മൂത്തൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ അതേപോലെ നല്ലൊരു സ്മെല്ലാണ് ഇത് നമ്മുടെ മുടിയിലൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മളൊരു ദിവസം തല കുളിച്ചില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്താൽ നല്ല രസമായിട്ട് നമ്മുടെ മുടിയിൽ ഇങ്ങനെ സ്മൂത്തനായിട്ടൊക്കെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഹെയർ ക്രീം എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഹെയർ ക്രീമിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഹിമാലയയുടെ പ്രോട്ടീൻ ഹെയർ ക്രീം കഴിഞ്ഞപ്പോൾ ഞാൻ കടയിൽ പോയി മേടിച്ചതാണ് ഹിമാലയയുടെ ആൻറ്റി ഹെയർ ഫോൾ ക്രീം. കാരണം അവിടെ ഇതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് മേടിച്ചതാണ്. അപ്പോൾ ഇതിലിവർ പറയുന്നത് റെഡ്യൂസസ് ഹെയർ ഫോൾ ബൈ അപ് ടു 94%, പ്രൊമോട്ട്സ് ഹെയർ ഗ്രോത്ത്, നൗറിഷസ് ഹെയർ, മേക്ക് ഹെയർ ഹെൽത്തി ആൻഡ് സ്ട്രോങ്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഭൃംഗരാജ, അത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അമ്ല നെല്ലിക്ക എന്ന് പറയുന്നത് ഹെയർ നൗറിഷ് ചെയ്യാനും പിന്നെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കാനൊക്കെയാണ് ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് യൂസ് ആക്കിയാൽ ഹെയർ ഫോൾ, ഹെയർ ബ്രേക്കേജ്, ബ്രിട്ടിൽ ഹെയർ, ഡ്രൈ ഹെയർ ഇതൊക്കെ പോകുന്നതാണ് അവർ പറയുന്നത്. പിന്നെ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. പ്രോട്ടീൻ ക്രീമിൻ്റെ എൻ്റെ കയ്യിൽ അതിൻ്റെ ബോട്ടിലില്ല, കഴിഞ്ഞത് കാരണം ഞാനത് കളഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ബോട്ടിലിൻ്റെയാണ്. കാരണം ഞാനിതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് കാണാം ഇതിൽ ക്രീമി ടൈപ്പ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് എനിക്ക് ഇവർ ഈ പറഞ്ഞ യൂസേജസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഫ്രിസി ഹെയർ ഒക്കെ ഒന്ന് സ്മൂത്തൻ ആക്കാനായിട്ട് അത്യാവശ്യം നല്ലതാണ്. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഹെയർ ക്രീം തന്നെയാണ്. പിന്നെ ബാക്കി എനിക്ക് ഇതിലൊന്നും ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ നല്ലൊരു സ്മെല്ലുണ്ട്. അത് പ്രോട്ടീൻ ഹെയർ ക്രീമിനായാലും ആൻറ്റി ഹെയർ ഫോൾ ക്രീമിനായാലും നല്ലൊരു സ്മെല്ലുണ്ട്. പിന്നെ ഹെയർ ഫോൾ ഒക്കെ കുറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഹെയർ ഫോൾ എനിക്കുള്ളത് പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടമായത് പ്രോട്ടീൻ ഹെയർ ക്രീമാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മറ്റേതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ട് നിങ്ങൾ മേടിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോട്ടീൻ ഹെയർ ക്രീമിൻ്റെ വില എന്ന് പറയുന്നത് 100 ml 100 റുപ്പീസ് തന്നെയുള്ളൂ. പിന്നെ അതേപോലെ ആൻറ്റി ഹെയർ ഫോൾ ക്രീമിനും 100 ml 100 റുപ്പീസ് തന്നെയാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പോൾ പ്രോട്ടീൻ ഹെയർ ക്രീമാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. ബൈ.